ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ കുറച്ച് അവക്കാഡോസ് വാങ്ങിച്ച് വെച്ചത് നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഒരു 2-3 ടൈപ്പ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 3 ടൈപ്പ് ഐസ്ക്രീം എന്ന് ഉദ്ദേശിച്ചത് അവക്കാഡോയുടെ കൂടെ ഓരോ ഐറ്റംസ് ചേർത്തിട്ടുള്ള ഐസ്ക്രീമാണ്. ആദ്യം നമുക്ക് അവക്കാഡോ മാത്രമുള്ള ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഡയറ്റൊക്കെ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോ സ്മൂത്തീസിലൊക്കെ തുടങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴും ദോശയും ഇഡലിയും ഒക്കെ തന്നെയാണ്. കണ്ടോ, ഇത് കുറച്ച് ഭാഗം കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി കേടായി പോവും. അതുകൊണ്ട് നമുക്ക് കേടായ ഭാഗം മാറ്റിയിട്ട് ബാക്കി ഭാഗം നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഈ അവക്കാഡോയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബനാനയുടെ കൂടെ ചേർത്ത് സ്മൂത്തി ഉണ്ടാക്കാറാണ് പതിവ്. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത 2 അവക്കാഡോയിലേക്ക് ആവശ്യത്തിന് പാലും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒരു അര നാരങ്ങയുടെ നീരും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയതിന് ശേഷം തിക്കാണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കത് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനകത്താണ് ഞാനിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് കുറച്ച് നട്ട്സ് ഇങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ പഴവും അവക്കാഡോയും ഇട്ടതിലേക്ക് പാലും ഈ വിപ്പിംഗ് ക്രീമും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യം വരില്ല. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം എപ്പോഴും മധുരം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതും നമ്മൾ അടുത്തൊരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അത് ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് നട്ട്സ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നെൻ്റെ സംസാരം എനിക്ക് തന്നെ വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവാം. ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നാവിലേക്ക് ഒന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വേദനയാണ്. സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു വല്ലാത്ത വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ അവക്കാഡോയോട് ചേർക്കുന്നത് എഗ് ഫ്രൂട്ടാണ്. മുട്ടപ്പഴം എന്ന് നമ്മൾ പറയുന്ന സാധനം. ഈ എഗ് ഫ്രൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു കമർപ്പ് പോലെ എന്തോ ഒരു കറ പോലെ ഒരു ഫ്ലേവർ എപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏലക്കയോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാനിവിടെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പകരം കുറച്ച് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമായിരുന്നു ഞാൻ ചെയ്തത്. കാരണം അതിൻ്റെ ഒരു മധുരം വരുമ്പോഴേക്കും ആ ഒരു കമർപ്പ് ആ കറയുടെ ടേസ്റ്റ് മാറിക്കോളുമല്ലോ. നമ്മളിപ്പോൾ 3 ടൈപ്പ് ഐസ്ക്രീം ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം 3 എണ്ണത്തിലും ഞാൻ നട്ട്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഫ്രീസറിൽ വെച്ചത്. പക്ഷേ ആദ്യമേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇത് നമ്മൾ ഒരു 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം അത് വീണ്ടും എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് ക്രീമി ടെക്സ്ചറിലാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഓർക്കാതെ ഞാനിവിടെ അവക്കാഡോയും എഗ് ഫ്രൂട്ടും കൂടെ 2 ലെയറാക്കി വലിയ ടെക്സ്ചേർഡ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഒന്നുകൂടെ അടിച്ച് വെക്കണമല്ലോ എന്ന്. അങ്ങനെ വെക്കുമ്പോഴാണ് ഐസ്ക്രീം കൂടുതൽ ക്രീമി ആവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തവണ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ 3 ഐസ്ക്രീമും 3 ഫ്ലേവറും കൂടി എടുത്തപ്പോൾ ദാ ഇങ്ങനെ നല്ല ക്രീമി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആയിരുന്നു. ഏറ്റവും നല്ല ടേസ്റ്റ് അവക്കാഡോ എഗ് ഫ്രൂട്ട് ഐസ്ക്രീമിനായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.